ഇപ്പോൾ മുഹമ്മദ് ആഷിഖ് കൂടി ചേരുന്നു. ആഷിഖ്, ഈ ജയകൃഷ്ണൻ പുതിയടത്ത് എന്താണ് പറയുന്നത്? ജയകൃഷ്ണൻ പുതിയടത്തിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ശക്തമായി തന്നെയും പാർട്ടിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. റോഷി അഗസ്റ്റിന്റെ പ്രതികരണം ശരിയായില്ല എന്ന അഭിപ്രായമുള്ളവരാണ് ഭൂരിഭാഗവും പാർട്ടിയിലുള്ളത്. ജോസ് കെ മാണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വതമായ പരിഹാരം, ഒരു നിലപാട്, പാർട്ടി നിലപാട് പറഞ്ഞതിന് ശേഷവും അപക്വമായ രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നില്ല എന്ന് ജയകൃഷ്ണൻ പുതിയടത്ത് പറയുന്നുണ്ട്. ഈ മൈക്ക് തട്ടിപ്പറിക്കുന്ന അടക്കമുള്ള രീതികൾ ജോസ് കെ മാണിയുടെ റോഷി അഗസ്റ്റിന്റെ പതിവ് ശൈലിയാണത്. കമ്മിറ്റിക്കകത്ത് പലപ്പോഴും താൻ കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് ചെയർമാനൊപ്പം നിന്ന് പ്രതികരിക്കുമ്പോൾ അതിന്റെ പക്വത, ഇരുത്തം വന്ന ഒരു നേതാവ് എന്ന നിലയിൽ കാണിക്കണം എന്ന പ്രതികരണമാണ് സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. ചർച്ചകൾക്കെല്ലാം കാരണമായത് ജോസ് കെ മാണിയുടെ പാലായിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം ആ പ്രതികരണം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അത് ശരിയായ ഒരു രീതിയാണോ? അത് ശരിയായ രീതിയാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. പക്ഷേ റോഷി അഗസ്റ്റിൻ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം KS-ലൂടെ കേരള കൗൺസിലെ KSC പ്രസ്ഥാനത്തിലൂടെ കേരള കൗൺസിലിൽ വന്നവരാണ്. സ്വാഭാവികമായിട്ടും അല്പം ആവേശം കാണും. ചെയർമാൻ പറഞ്ഞു തന്നെയാണ് അതിന് യുക്തമായ മറുപടി. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് പാർട്ടി ചെയർമാൻ മത്സരിച്ചാൽ അദ്ദേഹം റോഷി പാലാക്കാരൻ കൂടിയാണല്ലോ. അദ്ദേഹം പാലായിലെ രാമപുരം സ്വദേശിയാണ്. അപ്പം പാലക്കാരുടെ വികാരം അദ്ദേഹം പറഞ്ഞു ചെയർമാൻ മത്സരിച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് വീണ്ടും ചെയർമാൻ അതിന് ഒരു അവസാനം വാക്ക് ഇന്നലെ രാവിലെയും പറഞ്ഞിരുന്നു. അതിനുശേഷം പറയേണ്ട കാര്യമില്ലായിരുന്നു. മാത്രമല്ല റോഷി വളരെ വികാരക്ഷോഭത്തോടെയാണ് അതിന് മറുപടി പത്രക്കാരോട് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അനാവശ്യമായ പല ചർച്ചകൾക്കും വിവാദങ്ങൾക്കും അത് തുടക്കമിട്ടു. ഒന്നാമതെ തുടരുമെന്ന് പോസ്റ്റ് ഇട്ടു, രണ്ടാമത് മൈക്ക് തട്ടിപ്പറിക്കുന്നു. അത് റോഷിയുടെ ഒരു സ്വഭാവമാണ്. ഞങ്ങളെല്ലാം പാർട്ടി കമ്മിറ്റികളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ പാർട്ടി കമ്മിറ്റിയിൽ ചെയ്യാം, പരസ്യമായിട്ട് ഒരു മീഡിയയുടെ മുമ്പിലിരുന്ന് മൈക്ക് തട്ടിപ്പറിക്കുന്ന കാര്യമില്ല. മാത്രമല്ല LDFിൻ്റെ ജാതിയിൽ മന്ത്രിമാർക്കൊന്നും കാര്യമായ റോളുമില്ല, പ്രസക്തിയുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ഒത്തിരി ആശയക്കുഴപ്പമുണ്ടാക്കി. തുടർച്ചയായി ഇന്നലെയും അത് വളരെ ശക്തിയുക്തം പറഞ്ഞു. അത് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഈ പാർട്ടിയിൽ ആര് മത്സരിക്കണം, സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിക്കാൻ പോകുന്നതേ ഉള്ളൂ. LDFിൽ അങ്ങനെ ഒരു ധാരണ വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു കയറി പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അത് ഒരു യുക്തമായ ഒരു പക്വതയുള്ള നേതാവിന് ചേർന്ന കാര്യമായി ആയിട്ടല്ല. പക്ഷേ അത് വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല. അതിൽ വലിയ അച്ചടക്ക ലംഘനത്തിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ അതൊരു അഭിപ്രായ വ്യത്യാസമായിട്ട് കാണാനും കാര്യമില്ല. റോഷി ഞങ്ങളെല്ലാം കേസിൽ വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ടും ഒരു വികാരത്തിളപ്പുണ്ടാകും. അതുപോലെ തന്നെ ഒരു നിഷ്കളങ്കതയുണ്ടാകും. ആ നിഷ്കളങ്കതയുടെ ഭാഗമായിട്ടാണ് ഞാനും പോസ്റ്റ് ഇട്ടത്, റോഷിയും പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ അങ്ങനെ ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിന് തെറ്റു പറയാൻ പറ്റത്തില്ല. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ അയച്ചിരുന്നു. ആഷിഖ്, ജയകൃഷ്ണൻ പുതിയടത്ത് അങ്ങനെ രൂക്ഷമായി വിമർശിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വികാരപ്രകടനമായി കണ്ടാൽ മതി എന്ന രീതിയിലാണ്, നിഷ്കളങ്കത എന്ന് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറം കാര്യങ്ങൾ പോകുന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു ആശയക്കുഴപ്പം രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെയും പറയുന്നു. ഒരുപക്ഷേ ജോസി പറഞ്ഞതുപോലെ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും വ്യക്തിപരമായ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല, അഭ്യൂഹങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ അതിന് കീഴ്പോട്ട് പാർട്ടി സംവിധാനത്തിൽ അപ്പാടെയും ഒരു ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുന്നു. എന്താണ് റോഷി അഗസ്റ്റിൻ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ മുന്നണി മാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സങ്കീർണമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒടുവിൽ തങ്ങളുടെ നില എവിടെയാണ്, തങ്ങൾ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കേരള കോൺഗ്രസ് അണികൾക്കിടെ